മൗനരാഗത്തില് ആകപ്പാട് നമ്മുടെ പ്രകാശിന്റെ താളം തെറ്റിയിരിക്കട്ടോ. ഒരു സമനില തെറ്റിയ അവസ്ഥയിലാണ്. കുറേയേറെ സ്വപ്നങ്ങളാണ് ഈ ഒരു കല്യാണം മുടങ്ങിയതോടുകൂടി എന്താ പറയാ, പ്രകാശിന്റെ ആ ഒരു ചീട്ട് കൊട്ടാരം തന്നെ തകർന്നു വീണ നിലയിലാണ്. അപ്പോൾ പ്രകാശിന് അറിയത്തില്ല താനും ശരി യഥാർത്ഥത്തിൽ നമ്മുടെ കാർത്തികയും അമ്മയും തന്നെയാണ് ഇതിന് പിന്നിൽ കളിച്ചിട്ടുള്ളതെന്ന് നമ്മുടെ പ്രകാശൻ അറിയില്ല. അവിടെ മണ്ടനായിട്ട് നിൽക്കുക നമ്മുടെ പ്രകാശൻ. അപ്പൊ പ്രകാശൻ വിശ്വസിക്കുന്നത് നമ്മുടെ കല്യാണിയും കിരണും തമ്മിൽ എന്തൊക്കെയോ നാടകങ്ങൾ കളിച്ച് ഈ ഒരു കല്യാണം മുടങ്ങി എന്നുള്ളതാണ് നമ്മുടെ പ്രകാശന്റെ വിശ്വാസം കേട്ടോ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ കാർത്തിക വീണ്ടും തകർത്ത് അഭിനയിക്കുന്നുണ്ട് നമ്മുടെ പ്രകാശിന്റെ മുന്നിൽ. അമ്മയാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഹം ആകെ ആസകലം മൂടി സ്വർണ്ണമൊക്കെ ഇട്ടാണ് അച്ഛ കല്യാണത്തിന് ഒരുങ്ങി വന്നത്. അപ്പോൾ കല്യാണം തുടങ്ങിയപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു നമ്മുടെ പ്രകാശിന്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ പ്രകാശനാണെങ്കിൽ പിന്നെ ആകെപ്പാട് സമനില പൊട്ടി. അത്രയും സ്വർണ്ണമൊക്കെയാണല്ലോ നഷ്ടപ്പെട്ടെന്നുള്ള രീതിയിൽ നമ്മുടെ പ്രകാശൻ വീണ്ടും പ്രാന്തളിക പോലെ നിൽക്കുന്നുണ്ട്. അപ്പൊ പ്രകാശൻ ഈ ഒരു കാശുകാരിയാണ് കെട്ടാൻ പോകുന്നത് എന്ന് അറിഞ്ഞിട്ട് ഒരു കൂട്ടുകാരൻ കുറെ പൈസ മുടക്കിയാണ് ഇതിന് പിന്നിൽ കുറെ കാര്യങ്ങളൊക്കെ ഒരുക്കിയത്, കല്യാണത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ. അപ്പൊ ആ ഒരു കൂട്ടുകാരൻ പറയുന്നുണ്ട്, ഇനി കല്യാണം മുടങ്ങിയ സ്ഥിതിക്ക് ഈ ഒരു പൈസ, ഈ മുടക്കിയ പൈസയൊക്കെ ആരെനിക്ക് തിരിച്ചു തരും? കുറച്ചു നാൾ മുമ്പ് വരെ കല്യാണിയായിരുന്നു നിങ്ങൾ വരുത്തിയ കടമൊക്കെ എനിക്ക് തിരിച്ചു തന്നത്. ഇനിയിപ്പോ കല്യാണി നിങ്ങൾ തിരിഞ്ഞു പോലും നോക്കില്ല. ഇനി ആരെനിക്ക് തരും ഈ മുടക്കിയ പൈസയൊക്കെ എന്നൊക്കെ നമ്മുടെ പ്രകാശിനടുത്ത് ഈ കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട്. അപ്പുറത്താണെങ്കിൽ നമ്മുടെ വിക്രത്തിന് ആകെപ്പാട് സംശയം. എൻ്റെ അമ്മേന് മുമ്പ് അച്ഛൻ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന് നമ്മുടെ അച്ഛനോട് നമ്മുടെ പ്രകാശന്റെ മുഖത്ത് നോക്കി നമ്മുടെ വിക്രം ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ വിക്രത്തിന്റെ അടുത്ത് പോലും നമ്മുടെ പ്രകാശൻ മനസ്സ് തുറന്നൊരു സത്യങ്ങളും പറയുന്നില്ല കേട്ടോ. അതിനുശേഷം നമ്മുടെ പ്രകാശൻ നമ്മുടെ കല്യാണിയുടെ അടുത്തും കിരണിന്റെ അടുത്തും വന്ന് തന്റെയൊക്കെ കല്യാണം മുടക്കിയതിന് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു പോകുന്ന ഒരു നിമിഷങ്ങൾ തന്നെ കേട്ടോ പിന്നീട് നമുക്ക് കാണുവാൻ സാധിച്ചത്. അപ്പൊ എന്തായാലും കാർത്തിക വീണ്ടും നമ്മുടെ പ്രകാശൻ ഇങ്ങനെ കുരങ്ങ് കളിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അയാളുടെ ആ ഒരു എന്താ പറയാ സമനില തെറ്റി ഭ്രാന്താകുന്നത് വരെ നമ്മുടെ കാർത്തിക ഈ കളി തുടർന്നുകൊണ്ടേ ഇരിക്കും. എന്തായാലും കാണാൻ നല്ല രസമുണ്ടല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കിക്കാണാട്ടെ ഇനി എന്തൊക്കെയായിരിക്കും വരാൻ പോകുന്നതെന്ന്. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.